ഇത് നമ്മുടെ സ്വിറ്റ്സർലൻഡ് വ്ളോഗിൻ്റെ പാർട്ട് 2 ആണ്. ശരിക്കും പറഞ്ഞാൽ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഡേ സ്വിറ്റ്സർലൻഡിലെ. ഇന്നലെ രാത്രിയിൽ നമ്മൾ എത്തി, ഹോട്ടലിൽ ഇവിടെ സ്റ്റേ ചെയ്തു. നമ്മൾ രാവിലെ ഇനി അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. അപ്പോൾ ഇത് നമ്മൾ റെയിൻഫോൾസ് എന്ന് പറയുന്ന ഇവിടുത്തെ യൂറോപ്പിലെ ഏറ്റവും വലിയ ഒരു വാട്ടർഫോൾ ആണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമ്മുടെ ആതിരപ്പള്ളി വെള്ളച്ചാട്ടമൊക്കെ പോലത്തെ അത്രയൊന്നും ഇല്ലയെന്നുണ്ടെങ്കിലും എന്നാലും ഒരു ഭയങ്കര വലിയ ഒരു വാട്ടർഫോൾ ആണ് ഇവിടുത്തെ. അപ്പോൾ നമ്മൾ അവിടേക്കാണ് ഇന്ന് പോകുന്നത്. അപ്പം ഇറങ്ങിയിട്ട് കാണാം. നമ്മൾ ഇവിടെയൊക്കെ എല്ലാവർക്കും ഇങ്ങനെ വീഡിയോസ് എപ്പോഴും നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ചിലപ്പോൾ 2-3 ദിവസത്തെ ഒറ്റ വ്ളോഗായിട്ടായിരിക്കും ഇടുന്നത്, ചിലപ്പോൾ ഇത് ഒറ്റ പാർട്ടായിട്ടായിരിക്കും വരുന്നത്. എങ്ങനെയാണെന്ന് വെച്ചാൽ വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് അതേപോലെ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മളിടാം. അപ്പം ഞാൻ ചെറിയൊരു വീഡിയോ ടൂറ് ഇന്നലത്തെ റൂമിൻ്റെത് ഇതിനകത്ത് ആഡ് ചെയ്യാം, എന്നിട്ട് നമുക്ക് ഇറങ്ങാം. ഇപ്പോൾ രാവിലെ ഇവിടെ 7 മണി കഴിഞ്ഞതേ ഉള്ളൂ. നമ്മൾ വാട്ടർഫോളിലെ തിരക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നേരത്തെ ഇറങ്ങിയതാണ്. സോ ആനന്ദ്, നമ്മളങ്ങനെ റൂം ചെക്കൗട്ട് ചെയ്യാൻ റെഡി ആയിട്ടുണ്ട്. 8 മണി ആയതേ ഉള്ളൂ. ഇവിടെ 11 മണിക്ക് ചെക്കൗട്ട് ചെയ്താൽ മതിയായിരുന്നു, പക്ഷെ നമ്മൾ നേരത്തെ തന്നെ ഇറങ്ങാണ്. ഓക്കെ, ഇവിടെ ആയിരുന്നു നമ്മൾ സ്റ്റേ ചെയ്തത്. നമ്മൾ ബാഗെല്ലാം അവിടെ തന്നെ ഒരു റൂമിൽ വെച്ചു. വൈകിട്ട് വന്ന് അവരെടുത്താൽ മതി എന്ന് പറഞ്ഞു. കാരണം ഇവിടെ നമ്മൾ വൈകിട്ട് വേണം ഇനി നമ്മൾ പോകുന്ന സ്ഥലത്തേക്ക് പോകാൻ. അവിടെ സ്റ്റേ നമ്മൾ റൂം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ബാഗ് കീപ്പ് ചെയ്തു. അത് നമുക്ക് ഫ്രീ ആയിട്ട് ട്രാവൽ ചെയ്യാമല്ലോ. ഇന്ന് റോഡിൽ അധികം ആളുകളൊന്നുമില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ രാവിലെ 8 മണി ആയിട്ടില്ല, 7:45 ഉള്ളൂ. നല്ല ക്ലീനാണ് റോഡൊക്കെ, നിങ്ങൾക്ക് കണ്ടാലറിയാം. എല്ലായിടത്തും നല്ല ക്ലീനായിട്ടാണ് ഇട്ടിരിക്കണേ. നമുക്കൊരു ഇവിടുന്ന് 7 മിനിറ്റ് നടന്നാൽ നമ്മൾ ട്രെയിൻ സ്റ്റേഷനിലെത്തും. ഇവിടെ എല്ലായിടത്തും ഇങ്ങനെ സെൽഫ് ചെക്കിനാണ്. അതിപ്പോൾ UK യിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. നമ്മൾ റെയിൻഫോൾസിൻ്റെ അടുത്ത സ്റ്റേഷനിലെത്തി. നമ്മൾ ഈ നോയ് ഹൗസൺ എന്ന് പറയുന്ന സ്റ്റേഷനിലാണ് വന്ന് ഇറങ്ങിയിട്ടുള്ളത്. ഇവിടെ നിന്ന് നമുക്ക് താഴേക്ക് പോകണം. ഇവിടെ ഇങ്ങനെ ലിഫ്റ്റ് ഉണ്ട് കേട്ടോ, അപ്പോൾ നമുക്ക് അതിനകത്ത് കയറിയിട്ട് പോവാം. There's no steps way of going down, yeah? I don't know. Slow. അതിറങ്ങിയിട്ട് നമ്മൾ വീണ്ടും അടുത്തൊരു ലിഫ്റ്റ് കയറിയിട്ട് വേണം താഴേക്ക് ഇറങ്ങാൻ. നമ്മൾ ലിഫ്റ്റ് ഇറങ്ങി ഇനി നമ്മൾ താഴേക്ക് നടക്കുക. മുകളിലേക്ക് ഒരു വഴിയുണ്ട്, ഏതാണ് കറക്റ്റ് വഴിയെന്ന് നമുക്കറിയത്തില്ല. എന്തായാലും ഇവിടെ നിന്നാലും ഒരു അടിപൊളി വ്യൂ ഉണ്ട്. അപ്പം നമുക്ക് അത് പോയി ആദ്യം കാണാം.
നല്ല രസമുണ്ട് ഇവിടെ കേട്ടോ. നല്ല കിളികളുടെയൊക്കെ സൗണ്ട് കേൾക്കാം, വാട്ടർഫോൾസിൻ്റെ സൗണ്ട്. നല്ല ബ്ലൂ കളറാണ് ഈ വെള്ളത്തിന്. നിങ്ങൾക്ക് ക്യാമറയിൽ എത്ര കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, പക്ഷെ നല്ല കിടിലൻ കളറാണ്. വലിയ തിരക്കില്ല ഭാഗ്യത്തിന്. എനിക്കൊന്ന് കുറച്ച് സമയം കഴിയുമ്പോൾ തിരക്കാവും. അപ്പോൾ അതിന് മുന്നേ നമുക്ക് മേലെ എനിക്ക് തോന്നുന്നു ഇപ്പോഴും തിരക്കുണ്ട്. അവിടെ നോക്കുമ്പോൾ ആളുകൾ ഒരുപാട് നിൽക്കുന്ന കാണാം. അപ്പോൾ നമുക്ക് അപ്പുറത്തെ സൈഡിലോട്ട് പോകാം. ഞങ്ങളൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ക്യാമറ സെറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുകയാണ്. നല്ല കാണാൻ ഭംഗിയുള്ള റോസാപ്പൂവ്. റോസയാണോ എന്തോ, മുള്ളൊന്നും ഇല്ല. അതേപോലത്തെ ആ റോസാ ചെടി പോലെയൊക്കെ തന്നെയുണ്ട്. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഗൈസ്, നമ്മൾ വീണ്ടും പ്ലാൻ മാറ്റി. നമ്മൾ അപ്പുറത്തെ സൈഡിലോട്ട് പോയില്ല. പകരം നമ്മൾ നിന്ന സൈഡിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഓപ്പോസിറ്റ് നടന്നു കഴിഞ്ഞാൽ നമുക്ക് ബോട്ട് റൈഡിന് പോകാം. അപ്പം ഞങ്ങൾ ബോട്ട് റൈഡ് എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പം ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഓപ്പോസിറ്റ് ക്രോസ് ചെയ്താൽ മതിയല്ലോ. അല്ലെങ്കിൽ നമ്മൾ ഓപ്പോസിറ്റ് സൈഡ് പോയിട്ട് വീണ്ടും ഇങ്ങോട്ടേക്ക് വരേണ്ടി വരും. ക്യാമറാമാൻ ആനന്ദിനോടൊപ്പം അശ്വിനി. നമ്മൾ ഇവിടെ നിന്നപ്പോഴത്തേനാണ് കണ്ടത് ഇവിടെ രണ്ട്, ഇത് അരയന്നാണ്. എന്താ ഇത്? സ്വാൻ മുങ്ങിക്കിടക്കണം. കുളിക്കുകയാണോ അത്? രണ്ട് കുഞ്ഞുങ്ങളും ഉണ്ട്, കണ്ടോ? ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് കാണാം ഭയങ്കര ശക്തിയിലാണ് ഈ വെള്ളം അവിടെ നിന്ന് വരുന്നത്. അതിൻ്റെ മുകളിൽ ആളുകൾ പോയി നിൽപ്പുണ്ട്. അവിടെ നിൽക്കുമ്പോൾ കുറച്ചുകൂടെ നല്ല വ്യൂ കിട്ടും, പക്ഷെ ഭയങ്കര തിരക്കാണ്. നമുക്കപ്പോൾ ഇവിടെ നിന്നാണ് ബോട്ടിന് ടിക്കറ്റ് എടുക്കേണ്ടത്. ഇവിടെ ഒരു സ്ക്രീൻ ഉണ്ട്. അവിടെ നിന്ന് നമുക്ക് തനിയെ ടിക്കറ്റ് ബുക്ക് ചെയ്യാം. അല്ലാണ്ട് പോയി ബുക്ക് ചെയ്യാനുള്ള കൗണ്ടർ വേറെ ഉണ്ടെന്ന് തോന്നുന്നു. അയ്യോ, സോ നമുക്ക് ടിക്കറ്റ് കിട്ടി ഗൈസ്. സോറി, നമ്മൾ ഇവിടെയാണ് വെയിറ്റ് ചെയ്യേണ്ടത്. ഇനി നമ്മൾ 4 ആണ് എടുത്തത്. അപ്പൊ നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്യാം. നമ്മളങ്ങനെ ബോട്ടിൽ കയറി ഗൈസ്. ഞാൻ ഈ സൈഡ് ഗൈസ്. നമ്മളപ്പം ബോട്ടിൽ കയറി. ഒരു 15 മിനിറ്റത്തെ റൈഡാണ് ഇത്. അവിടെ വരെ കൊണ്ടുപോകും. നല്ല കളർ വെള്ളത്തിന്. നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഇത് ഭയങ്കര ശക്തിയിലാണ് പോകുന്നത്.
വേണമെങ്കിൽ ആ റോക്കിൻ്റെ മുകളിൽ കയറാം കേട്ടോ. അതിനൊരു ബോട്ട് റൈഡ് ഉണ്ട്, പക്ഷേ അത് കുറച്ച് അഡ്വഞ്ചർ ആയതുകൊണ്ട് നമ്മൾ അത്ര അഡ്വഞ്ചർ സെലക്ട് ചെയ്തില്ല. നമ്മളെ വീണ്ടും അടുത്തേക്ക് കൊണ്ടുവന്നു. ഇവിടെ നല്ല രീതിയിൽ വെള്ളം തെറിക്കുന്നുണ്ട്. നമ്മളിതേ തിരിച്ചിറങ്ങുകയാണ്. അപ്പോൾ ബോട്ട് റൈഡ് കഴിഞ്ഞു. ഇപ്പോൾ ഇവിടെ ഭയങ്കരമായിട്ട് തിരക്ക് കൂടിയിട്ടുണ്ട്. നമ്മൾ മുന്നേ വന്നപ്പോൾ ഇത്ര തിരക്കൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ 10 മണിയൊക്കെ കഴിഞ്ഞു, 11 മണിയായി. നല്ല തിരക്കായി. നമുക്ക് ആ സൈഡിലേക്ക് ക്രോസ് ചെയ്യാൻ അവിടെ ഒരു ക്യാസിലുണ്ട്. ആ ക്യാസിലിൻ്റെ സൈഡിലോട്ട് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നെങ്കിൽ നമുക്ക് നടക്കാം, പക്ഷേ അത് 30 മിനിറ്റ്സ് എടുക്കും. അപ്പോൾ നമ്മളിപ്പം ബോട്ട് എടുത്ത സ്ഥലത്ത് നിന്ന് തന്നെ ഒരു ഫെറി ഉണ്ട്. അപ്പോൾ അതിനകത്ത് കയറി നമുക്ക് 5 മിനിറ്റ് കൊണ്ട് എത്താം. ഒരാൾക്ക് 6 സ്വിസ് ഫ്രാങ്ക് ആണ് ആവുന്നത്. അപ്പം അത് നമുക്ക് കിട്ടുമെന്ന് നോക്കാം. നമ്മളിവിടെ സൊവനീർ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ്. നമുക്ക് ഇവിടെ നിന്ന് ഒരു സൊവനീർ എടുക്കാം. നമ്മളപ്പോൾ ഇതൊരെണ്ണം എടുത്തു. നമ്മളപ്പോൾ ഇവിടെ ഒരു ഷോപ്പിൽ കയറി ചെറുതായിട്ട് എന്തെങ്കിലും ഫുഡ് കഴിക്കാൻ. നമ്മളൊരു റൈസും ചിക്കൻ ടിക്ക മസാലയും പറഞ്ഞു. ഇവിടെ ഫുഡിനൊക്കെ അത്യാവശ്യം നല്ല റേറ്റാണ്. അതുകൊണ്ട് നമ്മൾ ഒന്നേ പറഞ്ഞുള്ളൂ, ഷെയർ ചെയ്ത് കഴിക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ ബോട്ട് കയറാൻ വേണ്ടി വീണ്ടും മുന്നേ വന്ന സ്ഥലത്ത് തന്നെയാണ് വരേണ്ടത്. നമ്മൾ ആദ്യം ഇവിടെ പോയി നിന്നു, പക്ഷെ അത് ഗ്രൂപ്പായിട്ട് പോകുന്നവർക്ക് വേണ്ടി മാത്രമാണ്. അപ്പം വീണ്ടും നമുക്ക് അപ്പുറത്തെ സൈഡ് ക്രോസ് ചെയ്യാൻ ഇവിടുന്ന് ഈ ബോട്ട് നമ്പർ 2-ൽ കയറണം. സോ നമ്മുടെ ബോട്ട് ഇവിടുന്ന് എടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇതുവഴി കറങ്ങിയാണ് തോന്നുന്നു ഈ ബോട്ട് പോകുന്നത്. നോക്കാം. അങ്ങ് വരെ പോകില്ല, പക്ഷെ ഇതിൻ്റെ സൈഡിൽ കൂടെ തന്നെയാണ് പോകുന്നത്. എന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് നിർത്തും. സോ നമ്മളത് ഇവിടെ ഈ സ്റ്റോപ്പിൽ കൊണ്ടുവന്ന് നിർത്തും. അപ്പോൾ നമുക്ക് അപ്പുറത്തെ സൈഡിൽ ഗ്യാസിൻ്റെ സൈഡിലൊക്കെ പോവാം. സോ നമ്മളിവിടെ ബോട്ട് വന്നിറങ്ങി. ഇനി നമ്മൾ ഈ സ്റ്റെപ്പിൽ കൂടി കയറിപ്പോയി കഴിഞ്ഞാൽ കുറേ വ്യൂ പോയിൻറ്റ്സൊക്കെ നമ്മൾ ഇൻസ്റ്റയിലും യൂട്യൂബിലും ഒക്കെ കാണുന്ന കൂടുതലും വ്യൂ പോയിൻറ്റ്സ് ഇതിൻ്റെ മുകളിലാണ്. അപ്പോൾ നമുക്കിവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്, കുറച്ച് ക്ലോസ് ആയിട്ട് പോയി നിന്ന് കാണാനുള്ളത്. അപ്പോൾ അതിന് ടിക്കറ്റ് എടുക്കണം. ഒരാൾക്ക് 5 CHF ആണ് വരുന്നത്. അപ്പം ഇതിവിടെ സ്കാൻ ചെയ്തിട്ട് വേണം നമുക്ക് കയറാൻ വേണ്ടിയിട്ട്. ഈ ടിക്കറ്റ് എടുക്കുന്ന മെഷീൻ ഇവിടെ തന്നെ ഉണ്ട്. അവിടെ നിന്ന് എടുത്തിട്ട് വേണം നമ്മൾ വരാൻ. എവിടെയാണ് സ്കാൻ ചെയ്യേണ്ടത്? ഇവിടെ. ഓക്കെ. ഇവിടെ നിന്നാൽ അടിപൊളി വ്യൂ ആണ് കേട്ടോ. അടുത്തേക്ക് പോകാൻ നല്ല തിരക്കാണ് ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട്. ഓ അടിപൊളി. ഇവിടെയാണ് കേട്ടോ ശരിക്കും വ്യൂ. ഇത് മിസ് ചെയ്യരുത്. നമ്മൾ അപ്പുറത്ത് നിന്ന് കണ്ടാൽ ഇതിന്റെ ശരിക്കും ഉള്ള വ്യൂ കാണാൻ ഇവിടെ തന്നെ വരണം. ഇവിടെ നിന്ന് വെള്ളമൊക്കെ കയ്യിൽ തെറിക്കും കേട്ടോ. നിങ്ങൾക്ക് ക്യാമറയിൽ എത്ര ഭംഗിയിൽ ഇത് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല, പക്ഷെ അടിപൊളിയാണ് കേട്ടോ.
ചെറിയ ഗുഹയുണ്ട്. ഇതിനകത്തേക്ക് പോയാൽ എന്താണെന്ന് അറിയത്തില്ല, പോയി നോക്കാം. പ്രേതം. നമ്മൾ സ്റ്റെപ്പ് കയറി വീണ്ടും മുകളിലെത്തി ക്യാസിലോട്ട് പോകുന്ന വഴി. ഇവിടെ ഇങ്ങനെ നമ്മൾ സ്റ്റെപ്പ് കയറുന്തോറും ഓരോ പോയിന്റിലും അവരിങ്ങനെ വ്യൂ പോയിന്റ് ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ ഹൈറ്റിൽ, ഈ വാട്ടർഫോളിൻ്റെ ഓരോ ഹൈറ്റിലും നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നിൽക്കുമ്പോഴത്തേക്ക് ഏറ്റവും മുകളിലത്തെ ഭാഗമായിരിക്കും കാണുന്നത്. താഴെ നിന്നപ്പോൾ നമ്മൾ താഴത്തെ ഭാഗമായിരുന്നു കണ്ടത്. അപ്പോൾ ഓരോ സൈഡിൽ നിന്ന് നോക്കുമ്പോഴത്തേനും ഒരു പ്രത്യേക ഭംഗിയാണ്. നമ്മളിപ്പം മുകളിൽ ക്യാസിലോട്ട് പോയിട്ടില്ല, കാരണം നമ്മൾ വന്ന വഴി വീണ്ടും 2 തവണ കയറി ഇറങ്ങേണ്ടി വരും. അതുകൊണ്ട് ക്യാസിൽ നമ്മൾ പോയില്ല. നമ്മൾ വീണ്ടും ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറുതായിട്ട് ജസ്റ്റ് കാണാൻ മുകളിൽ പോയിരുന്നാൽ മെയിനായിട്ട് വ്യൂ പോയിന്റ് തന്നെയാണ്. പക്ഷെ നമ്മൾ ഓൾറെഡി വാട്ടർഫോളിൻ്റെ കുറേ വ്യൂ പോയിന്റ്സ് കണ്ടു. നമ്മൾ അപ്പുറത്തെ സൈഡിലൊക്കെ പോയി. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇനി എന്തായാലും നമുക്ക് ട്രെയിൻ കയറാൻ അപ്പുറത്തെ സൈഡിലേക്കാണ് പോകേണ്ടത്. അതുകൊണ്ട് ഇവിടുന്ന് നമ്മൾ വന്ന ആ ബോട്ട് എടുത്ത് തന്നെ തിരിച്ച് പോകാം. ഓക്കെ, എന്നിട്ട് നമുക്ക് അപ്പുറത്തെ സൈഡിൽ പോയാൽ എന്തായാലും ട്രെയിൻ കയറാൻ പറ്റുള്ളൂ. നമുക്ക് അവിടുന്ന് എടുക്കാം, ടിക്കറ്റ് എടുക്കാം ഇവിടുന്ന്. ഇപ്പം നമ്മുടെ ട്രെയിനിൻ്റെ ലുക്ക് മാറിയിട്ടുണ്ട്. ഇപ്പം നമുക്ക് കുറച്ച് ലക്ഷറി ബോട്ടാണ് കിട്ടിയിരിക്കുന്നത്. ആക്ച്വലി ഈ വെള്ളത്തിന് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമ്മൾ കുറേ വീഡിയോയിൽ കേട്ടിട്ടുണ്ട്, വെള്ളം കുടിക്കുമ്പം തന്നെ നമുക്ക് മനസ്സിലാവുമെന്ന്. നല്ല തണുത്തിട്ട് നല്ല ഫ്രഷായിട്ട് തോന്നുന്ന വെള്ളമാണ്. എല്ലാവരും ഇങ്ങനെ വന്നിട്ട് എടുത്ത് കുടിക്കും. വിരാട് കോഹ്ലി ഇവിടെ നിന്നാണ് വെള്ളം ഇമ്പോർട്ട് ചെയ്യുന്നതെന്നാണ് പറയണത്, സ്വിറ്റ്സർലൻഡിൽ. നമുക്കപ്പോൾ തിരിച്ച് ട്രെയിൻ കയറാൻ വേണ്ടിയിട്ട് പോകാം. നമ്മൾ ഇങ്ങോട്ട് വന്ന സ്റ്റോപ്പിൽ തന്നെയാണ് നമ്മൾ ട്രെയിൻ കയറാൻ വേണ്ടിയിട്ട് പോകുന്നത്. അത് കഴിഞ്ഞ് ഞാൻ എന്തെങ്കിലും വിശേഷങ്ങളുണ്ടെങ്കിൽ കാണിക്കാം. ഞങ്ങൾ ബാഗൊക്കെ എടുത്തിട്ട് തിരിച്ച് നമ്മുടെ നാളെ നമ്മൾ ഇനേർട്ട് കിച്ചൺ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത്, ഗ്രിൻഡൽവാൾഡ്, ഇന്റർലേക്കണൊക്കെ. അപ്പോൾ നമ്മൾ അവിടേക്ക് പോകും. സോ ട്രെയിൻ കയറിയിട്ട് വിശേഷം എന്തെങ്കിലും ഉണ്ടെങ്കിൽ, നല്ല കാഴ്ചകളുണ്ടെങ്കിൽ കാണിക്കാം. ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നലെ ഗ്രിൻഡൽവാൾഡിൽ നിന്ന് വന്നിട്ട് വീഡിയോ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. നമ്മൾ പിന്നെ അധികം ഒന്നും പോയിട്ടില്ലായിരുന്നു, കുറച്ച് ടയേർഡായിരുന്നു. നമ്മൾ വന്നു. ഇന്ന് നമ്മൾ നിന്ന സ്റ്റേയിൽ നിന്ന് ചെക്കൗട്ട് ചെയ്തു. നമ്മൾ ഇനിയിപ്പം സൂറിക്കിലേക്ക് തിരിച്ചു പോവാണ്. നമ്മൾ ഇന്ന് ലൂസേണും സൂറിക്കുമാണ് പോകുന്നത്. സൂറിക്കിലായിരിക്കും സ്റ്റേ. അപ്പം നാളെ വൈകിട്ട് നമ്മൾ തിരിക്കും. അപ്പോൾ ഇന്ന് ഇവിടുന്ന് പോകാൻ നല്ല വിഷമമുണ്ട് അല്ലേ? ഇവിടുന്ന് പോകാൻ നമുക്ക് നല്ല വിഷമമുണ്ട്. സൂറിക്കിൽ പോയ പോലെയല്ല, ഇവിടെ വന്ന് 2-3 ദിവസം താമസിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ ഭയങ്കരമായിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടു. നമ്മളിവിടെ വല്ല ക്ലീനിങ്ങിന് ജോലി ഉണ്ടോ എന്ന് ചോദിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ പക്ഷേ ഇനിയും നമ്മൾ വരുവാണെങ്കിൽ ഇവിടെ തന്നെ സ്റ്റേ ചെയ്യും. ഞാൻ മാനിഫെസ്റ്റ് ചെയ്ത് നടന്ന കാര്യങ്ങളാണിത്. അപ്പോൾ ഇനിയും ഞാൻ മാനിഫെസ്റ്റ് ചെയ്യും. അല്ലേ? ഓക്കെ. അപ്പോൾ അണ്ടിൽ നെക്സ്റ്റ് ടൈം. ഗുഡ് ബൈ എന്ന് പറയുന്നില്ല, അണ്ടിൽ നെക്സ്റ്റ് ടൈം. നമ്മളപ്പോൾ ഇന്നേർട്ട് കിച്ചണിൽ നിന്ന് ട്രെയിൻ കയറി മേഡിങ്കൻ എന്ന് പറയുന്ന സ്റ്റോപ്പിൽ നിൽക്കുകയാണ്. ഇവിടുന്ന് നമുക്ക് ലൂസേണിലേക്കുള്ള ട്രെയിൻ കിട്ടും. നമ്മളൊരു 2 hours ലൂസേൺ എത്തും. നമ്മളിപ്പോൾ ഇവിടെ ലഗേജ് ലോക്ക് ചെയ്യാനുള്ള ലോക്കേഴ്സ് തപ്പി നടക്കുകയാണ്. ഗ്രൗണ്ട് ഫ്ലോറിലാണോ നമ്മൾ ഗൂഗിളിൽ നോക്കിയപ്പോൾ കണ്ടു. മഴയുണ്ട് പുറത്ത്. നമ്മൾ റെയിൻകോട്ട്, ജാക്കറ്റ് ഇട്ടിട്ട് വേണം പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഈ പുള്ളി നമ്മളെ ഹെൽപ്പ് ചെയ്തേ, കാണിച്ചു തരാമെന്ന് പറഞ്ഞു. ലോക്ക് ചെയ്യുന്ന സ്ഥലം ഇവിടെ ക്ലീൻ ചെയ്യുന്ന ആളാണ്. നമ്മളങ്ങനെ ലഗേജ് ലോക്കേഴ്സ് കണ്ടുപിടിച്ച ഇവിടെയാണ്. എന്തോ നമുക്ക് XL മതിയായിരിക്കും. അപ്പോൾ XXL എടുക്കാം. നമുക്ക് റേറ്റ് എത്രയാണെന്ന് ഇവിടെ നോക്കാം, നോക്കിയിട്ട് വെക്കാം. ഇംഗ്ലീഷ് ഡെപ്പോസിറ്റ്. ഇവിടെ കുറേ ലോക്കേഴ്സ് ഉണ്ട് കേട്ടോ. അതെ, അവിടെയൊക്കെ ഉണ്ട്. ഇത് ലൂസേൺ ട്രെയിൻ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോം 14 ഉള്ളിലേക്ക് കയറി വരുമ്പോഴാണ്. അപ്പോൾ ഇവിടെ വരുന്നവർക്ക് ഇവിടെ ലഗേജ് കീപ്പ് ചെയ്യാം. നമ്മളിപ്പോൾ ഇവിടെ ഉച്ചയായി, 1 മണിയാകാൻ പോകുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇവിടുന്ന് ലഞ്ച് കഴിച്ചിട്ട് അങ്ങ്
പോകാമെന്ന്. നല്ല കുറേ ഫുഡ് ഇവിടെ കണ്ടു. കാരണം പുറത്തിറങ്ങിയാലും ചിലപ്പോൾ ഇനി നല്ല റേറ്റൊക്കെ ആയിരിക്കും. അപ്പോൾ ഇവിടെ വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. റാപ്പാണ് അവരുണ്ടാക്കുന്നത്. ഇത് നമ്മൾ പറഞ്ഞ റാപ്പാണ്. നമ്മൾ ഒരു റാപ്പേ പറഞ്ഞുള്ളേ. ഒരു റാപ്പ് തന്നെ 2 പേർക്ക് കഴിക്കാനുള്ളതുണ്ടെന്ന് തോന്നുന്നു. നമ്മളിന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റും ഹോട്ടലിൽ നിന്ന് കഴിച്ചിട്ട് ഇറങ്ങിയുണ്ട്. അത്ര വലിയ വിശപ്പില്ല. ഇസ്താൻബുൾ കൊള്ളാമോ? നല്ല വലിയ റാപ്പാണ്. നമുക്ക് കഴിച്ചിട്ട് പുറത്തോട്ട് ഇറങ്ങാം. ഇവിടെ ഒരു ബോട്ട് റൈഡൊക്കെ ഉണ്ട് കേട്ടോ. ബോട്ടിൽ കയറാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് സ്റ്റേഷനിൽ നിന്ന് കയറാം നമുക്ക്. ആ കാണുന്നതാണ് ചാപ്പൽ ബ്രിഡ്ജ്. അങ്ങോട്ടേക്കാണ് നമ്മൾ നടക്കുന്നത്. ഇത് കണ്ട, നമുക്ക് ഇതുവഴി സ്റ്റെപ്പിൽ കൂടെ ഇറങ്ങി വെള്ളത്തിലിറങ്ങാം. പക്ഷെ ഷൂ ഇട്ടിരിക്കുകയല്ലേ നമ്മൾ. എവിടെ ഇറങ്ങാം? നമുക്ക് പക്ഷെ ഇറങ്ങണ്ട. ബാ. ഞങ്ങളിത് റെയിൻകോട്ടും തൊപ്പിയും കുടയൊക്കെ പിടിച്ച് നടക്കുകയാണ്. നമ്മൾ രാവിലെ ഡ്രസ്സ് ചെയ്തൊക്കെ ഇറങ്ങി. പക്ഷെ അതിന് ശേഷമാണ് നമ്മൾ മഴയുണ്ട് എന്ന് വെതർ ആപ്പിൽ നോക്കിയപ്പോൾ കണ്ടത്. ഇതാണ് ഫേമസ് ആയിട്ടുള്ള ചാപ്പൽ ബ്രിഡ്ജ്. നമ്മൾ അകത്തൂടെ കയറി നമുക്ക് അപ്പുറത്തിറങ്ങാം. അല്ല, നമുക്ക് അങ്ങോട്ടേക്ക് പോകാം അല്ലേ? എന്നിട്ട് നമുക്ക് അകത്തൂടെ ഇറങ്ങി അപ്പുറത്തിറങ്ങാം. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ യൂറോപ്പിലെ ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള വുഡൻ ബ്രിഡ്ജാണിത്. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോയി കാണാം. പുള്ളി നിന്ന് അതുകൊണ്ട് ഇടയ്ക്ക് ബ്രേക്ക് ആയത്. അകത്തേക്ക് കയറാം. സോ ഇത് യൂറോപ്പിലെ ഓൾഡസ്റ്റ് ആയിട്ടുള്ള വുഡൻ ബ്രിഡ്ജാണ്. ഇവിടെ കുറേ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ. അത് വായിക്കാൻ അറിയാവുന്നവർക്ക്, ഹിസ്റ്ററി താല്പര്യമുള്ളവർക്കൊക്കെ വായിച്ച് മനസ്സിലാക്കാം. 55式的军队呢，一开始的军徽就是这么模样，这军队的臂章，他们徽章是这么样。都是在土耳其上面当中。ഈ ബ്രിഡ്ജിൻ്റെ വേറൊരു ഭംഗി എന്ന് പറഞ്ഞാൽ സൈഡിൽ ഇങ്ങനെ ഫുള്ള് ഫ്ലവേഴ്സ് വെച്ചിരിക്കുന്നതാണ്. ഫുള്ള് എൻഡ് വരെ അവർ ഫ്ലവേഴ്സ് വെച്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വുഡിനകത്ത് ഫ്ലവേഴ്സ് വരുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു ലുക്സ് തന്നെ വേറെയാണ്. ഇതിനകത്ത് തന്നെ ഒരു സോവനീർ ഷോപ്പൊക്കെ വരുന്നുണ്ട് കേട്ടോ. വാച്ചും അങ്ങനെ ഗിഫ്റ്റൊക്കെ ആയിട്ട്.
നമ്മളപ്പോഴത്തെ ചാപ്പൽ ബ്രിഡ്ജ് കണ്ട് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഇറങ്ങി. നമുക്ക് ജസ്റ്റ് സിറ്റി ഒന്ന് കാണാം. സിറ്റി നല്ല ഭംഗിയുള്ള ബിൽഡിങ്സ് ഒക്കെയാണ് കാണാമല്ലോ. മഴ ആയതുകൊണ്ടുള്ളൊരു പ്രശ്നമാണ് ആകെയുള്ളത്. നമുക്കെന്തായാലും കുറച്ച് നേരം ഇവിടെ നിന്ന്, അധികം നേരം ഇവിടെ സ്പെൻഡ് ചെയ്യുന്നില്ല. നമ്മൾ മെയിനായിട്ട് ചാപ്പൽ ബ്രിഡ്ജ് കാണാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ കുറച്ച് നേരം ഇവിടെ സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ നമുക്ക് റൂം ഇവിടെ ഇന്നത്തേക്ക് ബുക്ക് ചെയ്തിട്ടുണ്ട്. സൂറിക്കിലേക്ക് നമുക്ക് പോകണം. സൂറിക്ക് ഇവിടെ അടുത്ത് തന്നെ, കുറച്ച് നേരത്തെ ട്രാവൽ മാത്രമേ ഉള്ളൂ ട്രെയിനിൽ. നമുക്കിത് ഈ കാണുന്ന ബ്രിഡ്ജിൽ നിന്നാലും ഈ ചാപ്പൽ ബ്രിഡ്ജിൻ്റെ ഒരു നല്ല വ്യൂ കിട്ടും കേട്ടോ. കൂടുതൽ പേരും ഫുൾ ചാപ്പൽ ബ്രിഡ്ജ് കവർ ചെയ്തിട്ടുള്ള ഫോട്ടോസൊക്കെ ഇവിടെ വന്ന് നിന്നാണ് എടുക്കുന്നത്. ഇവിടെ സൈഡിലൊക്കെ കൂടുതലും ഷോപ്പുകളാണെന്ന് തോന്നല്ലേ ഉള്ള. നടന്നു നോക്കാം. ഈ ബിൽഡിങ്ങിന്റെ ഒരു ഇത് കൊള്ളാം അല്ലേ, പല കളറ്. ആ മുകളിലൊരു ക്യാസിലുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? അതെന്ത് ക്യാസിലാ അറിയില്ല. ഞാൻ പെട്ടെന്ന് കണ്ടപ്പെടുത്തിന് റെയിൻഫോൾസിന്റെ മുകളിലുള്ള ക്യാസിൽ ഓർമ്മ വന്നു, അതാ ഞാൻ നോക്കിയത്. ഇവിടെ മഴ നല്ല കൂടിയേ. നമുക്കിനി പിന്നെ ഫോൺ പുറത്തെടുക്കാം. സ്വിറ്റ്സർലൻഡ് ചോക്ലേറ്റിന് മെയിനാണെന്നറിയാമല്ലോ. ഇവിടുത്തെ കുറേ ട്രൈ ചെയ്യേണ്ട ചോക്ലേറ്റ്സ് ആണ് നമ്മൾ ഗൂഗിളിൽ നോക്കിയപ്പോൾ. ഫ്രേ, ഇത് മൈഗ്രോസിൻ്റെ ഈ സൂപ്പർ മാർക്കറ്റിൻ്റെ ഓൺ ബ്രാൻഡാണെന്ന് കേട്ടിട്ടുള്ളതും. ഫ്രേ ഉണ്ട്, പിന്നെ വേറെ ഹൽബയോ അങ്ങനെ എന്തോ ഒരു പേര് കേട്ടു. അങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ട്. ലിൻറ്റ് പിന്നെ അറിയാമല്ലോ, അത് നമുക്ക് UK യിലും കിട്ടും. എൻ്റെ ഷോപ്പുണ്ട്, അതും സ്വിറ്റ്സർലൻഡിൻ്റെ മെയിനാണ് ലിൻറ്റ്. അങ്ങനെ കുറേ ചോക്ലേറ്റ്സ് ഒക്കെ ഉണ്ട് ഇവിടെ. നമ്മൾ വീണ്ടും റെയിൽവേ സ്റ്റേഷനിൽ തിരിച്ചെത്തി. ഇനി ഇവിടുന്ന് പെട്ടിയെടുത്ത് ട്രെയിൻ എടുത്തിട്ട് നമ്മൾ സൂറിക്കിലേക്ക് പോവാണ്. വലിയൊരു റെയിൽവേ സ്റ്റേഷനാണ് ഇവിടെ കേട്ടോ. കണ്ടാലൊരു എയർപോർട്ടിൻ്റെ ലുക്കൊക്കെ ഉണ്ട്. ലൂസോൺ SPP. നമ്മളപ്പോൾ സൂറിക്കിലെത്തി. ഇതാണ് നമ്മുടെ അപ്പാർട്ട്മെൻറ്റ്. ഇവിടെ ഒരു നല്ലൊരു പാർക്കൊക്കെ ഉണ്ട്. സ്റ്റേഷനിൽ നിന്ന് ജസ്റ്റ് ഒരു 9 മിനിറ്റ് നടക്കാൻ വേണ്ടിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. നമുക്കിനി സെൽഫ് ചെക്ക് ഇൻ ചെയ്തിട്ട് നമുക്ക് കയറാം. എന്നിട്ട് സിറ്റി കറങ്ങാൻ ഇറങ്ങാം. ഈ ബിൽഡിങ്സ് കൊള്ളാം, നല്ല വെറൈറ്റി കളേഴ്സ്, ഗ്രീൻ, ഓറഞ്ച്. അതെ, അത് ഞാൻ കാണിച്ചു. ശരിയാണ്, ബാംഗ്ലൂരൊക്കെ പോലെ. അതെ അതെ, ഇവിടുന്ന് സൂറിക് സിറ്റിയിലോട്ട് ഒരു 15 മിനിറ്റ് നടക്കാനേ ഉള്ളൂ. ഉണ്ട്, ഞാൻ നോക്കട്ടെ. നമ്മുടെ അപ്പാർട്ട്മെന്റ് ഇപ്പം ഇതാണ്. ഇത് ഒരു മെയിൻ ഡോറ്. ഇത് ഷെയ്ഡാണ്. വേറെ 2 റൂമും വരുന്നുണ്ട്. ഇത് നമ്മുടെ റൂം. ഇതാണ് നമ്മുടെ റൂം. ഷെയർഡ് ബാത്റൂമാണ് വരുന്നത്. ഒരു ഷെയർഡ് ബാത്റൂമുണ്ട്, വലിയൊരു ബാത്റൂമാണ്. സോഫയുണ്ട്, വാഷിംഗ് മെഷീനുണ്ട്, നല്ലൊരു കിച്ചണും ഏരിയയും കൊള്ളായത്. ഓവനൊക്കെ ഉണ്ട്. അത് ഫുഡൊക്കെ കുക്ക് ചെയ്യാം. പക്ഷെ നമ്മളൊരു ദിവസമേ ഉള്ളൂ, നാളെ രാവിലെ ആകുമ്പോൾ ചെക്കൗട്ട് ആകും. അതുകൊണ്ട് നമുക്കിപ്പോൾ ഫുഡൊക്കെ കുക്ക് ചെയ്യണമെന്നൊന്നും ഇല്ലല്ലോ, എന്തെങ്കിലും വാങ്ങിച്ച് ചൂടാക്കാം. വേറെ റൂമിൽ ആൾക്കാരുണ്ടെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ചിലപ്പോൾ ഇന്ന് വരുമായിരിക്കും. നമ്മളിപ്പോ എല്ലാം റെഡിയായി സെറ്റായിട്ട് സൂറിക് സിറ്റി എങ്ങനെ ഇരിക്കുന്നു നോക്കാൻ വേണ്ടി ഒന്ന് ഇറങ്ങാൻ പോവാണ്. നമുക്ക് പോയി നോക്കാം എങ്ങനെ ഇരിക്കുന്നു. ഇതൊരു മഴയായിരുന്നു അല്ല, ഇപ്പം മഴ നോക്കുമ്പോ കാണുന്നില്ല. ചാൻസ് കാണിക്കുന്നുണ്ട്, അറിയത്തില്ല. എന്തായാലും വയ്യ. റെയിൻ കോട്ടൊന്നും എടുക്കുന്നില്ല, കൊടയില്ല, ഒരു തൊപ്പി വെച്ച് ഇറങ്ങിയ ചെറിയൊരു മഴച്ചാറ്റല്ലേ ഇനി കാണിക്കുന്നുള്ളൂ ആപ്പിൽ നോക്കിയപ്പോഴത്തേക്ക്. അപ്പൊ നമ്മള് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഇറങ്ങാന്ന് വിചാരിച്ചു. അപ്പം ഇറങ്ങിയിട്ട് കാണിക്കാം. ഓക്കേ, എന്തിനും ബൈ ബൈ. ഇനി കാണിക്കാൻ പോവല്ലേ? ഓക്കേ.
നമ്മളപ്പോൾ സ്റ്റേഷനിലെത്തി കേട്ടോ. ട്രെയിൻ വരുന്നുണ്ട്. ഇതിൽ കയറി നമുക്ക് സൂറിക് സെൻട്രലിൽ ഇറങ്ങാം. ഞങ്ങൾക്ക് ഡൗട്ടാണ് കേട്ടോ എങ്ങോട്ടേക്കാണ് പോകേണ്ടതെന്നുള്ളത്. കാരണം ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞ് നമുക്ക് ഇട്ടിട്ട് പോകാനുള്ള ടൂറിസ്റ്റ് അട്രാക്ഷനായിട്ട് അങ്ങനെ അധികമൊന്നുമില്ല. ഓൾഡ് ടൗണും പിന്നെ ഇവിടുത്തെ ഷോപ്പിംഗ് സ്ട്രീറ്റും ഒക്കെയാണ്, ഒരു ലക്ഷറി ഷോപ്പിംഗ് സ്ട്രീറ്റും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അതേ ആ ഏരിയയിലേക്കാണ് നമുക്ക് പോകേണ്ടത്. അപ്പോൾ നമുക്ക് സിറ്റി ഒന്ന് കറങ്ങി കാണുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. ഇതാണ് ലേക്ക് സൂറിക്. ഈ ലേക്ക് സൂറിക്കിൻ്റെ സൈഡിലായിട്ടാണ് ഈ സിറ്റി വരുന്നത്. ഗ്രീൻ ആണ്. ഈ പോകുന്ന ഒരു റിക്ഷ ഉണ്ട്, ഓട്ടോറിക്ഷ പോലെ. ഇതിൽ ഫുഡൊക്കെ അവരുണ്ടാക്കി കഴിച്ചുകൊണ്ടാണ് പോകുന്നത്. അത് നമ്മൾ ആദ്യമായിട്ട് കാണുവാണ്. ടുക് ടുക് തായ്ലൻഡിൽ ടുക് ടുക് എന്ന് പറയും അല്ലേ. ഫുഡൊക്കെ ഇരുന്ന് ഉണ്ടാക്കി കഴിച്ചുകൊണ്ട് അവർ പോകുന്നു. അത് കൊള്ളാം. അവിടെ എന്താ ഒരു ട്രെയിൻ പോകുന്നത്? അവിടെ ഒരു ട്രെയിൻ പോകുന്നു. അതെന്താണെന്ന് എനിക്ക് അറിയില്ല. പോളി ബാൻ എന്ന് എന്തോ എഴുതിയിരിക്കുന്ന ഐഡിയ. എപ്പോഴും ഇതൊരു ട്രാം റൺ ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ സൂറിക്കിൻ്റെ ഓൾഡ് ടൗൺ ഏരിയയിലേക്ക് എത്തി. ഇവിടെ കുറച്ച് ചർച്ചൊക്കെയാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ. ഇപ്പം മഴയൊക്കെ മാറി കേട്ടോ, നല്ല ബ്രൈറ്റ് വെതറായി. നമ്മൾ നല്ല സമയത്താണ് ഇപ്പോൾ ഇറങ്ങിയത്. നമ്മൾ ഈ ബ്രിഡ്ജ് ക്രോസ് ചെയ്യാൻ പോവാണ്. ഇവിടെ ഇങ്ങനെ ലോക്കൊക്കെ ഇട്ടിട്ടുണ്ടേ. അത് കൊള്ളാം അല്ലേ. ലോക്ക് വാങ്ങിച്ചിട്ടായിരുന്നു. അതെവിടെ വാങ്ങിക്കണേന്ന് അറിയില്ല. ഇത് സെൻറ്റ് പീറ്റേഴ്സ് ചർച്ച് എന്ന് പറയുന്ന സൂറിക്കിലെ ഒരു മെയിൻ ലാൻഡ്മാർക്കാണ്. ഇത് യൂറോപ്പിലെ ഏറ്റവും ലാർജസ്റ്റ് ക്ലോക്ക് ഫേസ് എന്നറിയപ്പെടുന്നത് ഈ ചർച്ചിലെയാണ്. ലാർജസ്റ്റ് ചർച്ച് ക്ലോക്ക് ഫേസ്. ഇവിടുന്നോ? ഇത് സ്വീറ്റ്സ് ഷേക്ക് ഒന്നുമില്ല ഇവിടെ, ചോക്ലേറ്റ്. ശരിയാ. ഇതെനിക്ക് തോന്നുന്ന ഒരു ലക്ഷറി ഷോപ്പിംഗ് സ്ട്രീറ്റ് ആണെന്ന് തോന്നുന്നു. അല്ല, ഇവിടെയൊക്കെ നമ്മൾ കുറെ കടകൾ കണ്ടില്ലേ. അതെ, ഇതിലെന്തേലും വാങ്ങിച്ചു കുടിച്ചാലോ? നടക്ക് അതിനൊക്കെ നല്ല വിലയാണ്. നടക്കൂ. നമുക്ക് വൈകിട്ട് കുറച്ച് നൈറ്റ് ആകുമ്പോൾ ഡിന്നർ എവിടെ നിന്നേലും കഴിക്കാം കേട്ടോ. ഇതാണെന്ന് തോന്നുന്നു ചർച്ച്. നമ്മൾ ആ ചർച്ചിൻ്റെ അടുത്തെത്തി. പക്ഷെ ഇത് നമ്മൾ മുന്നേ കണ്ട ചർച്ചല്ല. ഈ ചർച്ചിൻ്റെ പേരെന്തായിരുന്നു? ഈ ചർച്ചിൻ്റെ പേരെന്താണെന്നൊന്ന് നോക്കുവാനെന്തേ. ഇതല്ല നമ്മൾ മുന്നേ കണ്ടത്. മറ്റേ ലാർജസ്റ്റ് ക്ലോക്ക് ഫേസ് വരുന്നത് അപ്പുറത്തെ സൈഡിലാണെന്ന് തോന്നുന്നു. ഇതും ഇവിടുത്തെ മെയിൻ ഒരു ചർച്ചാണ്. അല്ല, അതിനെ കാണാൻ ഇപ്പോൾ പറ്റുന്നില്ല. അത് അപ്പുറത്തായിരുന്നു. ഇതിൻ്റെ പേര് കിട്ടി കേട്ടോ. ഫ്രാമൻസ്റ്റർ ചർച്ച് എന്നാണ് ഇത് പറയപ്പെടുന്നത്. സൂറിക്കിൻ്റെ
സിറ്റിയിൽ ഇതൊരു മെയിൻ അട്രാക്ഷനാണ്. ഇതിൻ്റെ ഗ്ലാസ് വിൻഡോസ് കൊണ്ടാണ് ഏറ്റവും കൂടുതൽ ഫേമസ് ആയത് റിവർ സൈഡിൽ വരുന്ന ഈ ഒരു ചർച്ച് എന്നാണ് ഞാൻ വായിച്ചപ്പോൾ കണ്ടത്. എനിക്ക് തോന്നുന്നു മേ ബി അകത്ത് കയറി കഴിഞ്ഞാൽ ഇത് കാണാൻ പറ്റുമായിരിക്കും. മെയിനായിട്ട് ഇതിൻ്റെ വിൻഡോസ്, ഗ്ലാസ് വിൻഡോസിൻ്റെ എന്തോ ആണ് പറയുന്നത്. ഈ ചർച്ചിൻ്റെ പേര് ഫ്രാമൻസ്റ്റർ ചർച്ച്. അല്ല, ഞാൻ പേര് കണ്ടു, എനിക്കത് എങ്ങനെയാണ് വായിക്കേണ്ടതെന്ന് അറിയത്തില്ലായിരുന്നു. അത് കയറാൻ പറ്റുമെന്നൊക്കെ നോക്കാം. പറ്റില്ലായിരിക്കും, ഫ്രീ ആയിരിക്കില്ല. ഇതാണ് അപ്പം ചർച്ചിൻ്റെ ഫുൾ വ്യൂ വരുന്നത്. ഇവിടെ നിന്ന് തന്നെ നോക്കുമ്പോൾ നമുക്ക് സെൻറ്റ് പീറ്റേഴ്സ് ചർച്ചിൻ്റെ ആ ക്ലോക്കും കാണാൻ പറ്റും. These are the two main attractions in Zurich city. Another attraction in Zurich city. Your host, so yeah, let's start. So we will. നമ്മളിനി ഫുഡ് കഴിക്കാൻ ഏതെങ്കിലും നല്ല സ്ഥലം ഉണ്ടോ എന്ന് നോക്കി, പിന്നെ കുറച്ച് നാളത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റിനുള്ള എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് ജസ്റ്റ് ഒന്നും കൂടെ സിറ്റിയെ കണ്ട് റൂമിലേക്ക് പോകാമെന്ന് വിചാരിക്കുന്നു. നമ്മളിവിടെ ഒരു ഷോപ്പ് കണ്ടേ. അപ്പോൾ ദ ചീസ് യു ഹാവ് ബീൻ ലുക്കിംഗ് ഫോർ, ഞാനിവിടുത്തെ ഒരു ചീസിൻ്റെ ഒരു മെയിൻ ഫുഡുണ്ട്, അത് ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ നമുക്കിവിടെ കിട്ടുമെന്ന് നോക്കാം. ഇവിടെ ഇരിക്കാം അല്ലേ? ഇവിടെ ഇരിക്കാം നമുക്കിവിടെ സീറ്റ് കിട്ടിയേ. ഇവിടെ ഞാനൊരു കാര്യം കണ്ടത്, ഇവിടെ അവരെല്ലാ കൺട്രിയിലും നോട്ട് വെച്ചിട്ടുണ്ട്. അതിൽ നമ്മുടെ ഗാന്ധിജി 50 രൂപ നോട്ട്, അത് കൊള്ളാം. നമ്മളൊരു റാക്ലറ്റെ എന്ന് പറയുന്ന ഒരു ഫുഡ് ഓർഡർ ചെയ്തിട്ടിരിക്കുക. ഞാൻ ഉദ്ദേശിച്ച സാധനമല്ല ശരിക്കും പറഞ്ഞാൽ, പക്ഷെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഞാനെന്തൊരു ബിയറൊക്കെ പറഞ്ഞ്. ഇതാണ് നമ്മൾ പറഞ്ഞ റാക്ലറ്റെ. ഇതിനകത്ത് പൊട്ടറ്റോ പിന്നെ ചീസാണിത്, ഇവിടുത്തെ ചീസാണ്. താങ്ക് യു. സ്പൈസി നമ്മൾ ചോദിച്ചുകൊണ്ട് അവർ സ്പൈസിക്ക് വേണ്ടി ചില്ലി ഫ്ലേക്സ് ഇട്ടായിരുന്നു. പിന്നെ ചീസാണ് ഇതിൻ്റെ മെയിൻ ഐറ്റം. അപ്പോൾ നമുക്കത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് കൊള്ളാം. ഇത് ഒന്നിനാ ഒന്നിൻ പോലുണ്ട്, എന്താണെന്നറിയില്ല. ടേസ്റ്റ് ചെയ്ത് നോക്കാം. ആദ്യം ഞാൻ ഈ ചീസ് കഴിച്ച് നോക്കട്ടെ. ചീസാണ് മെയിൻ. ചീസ് കിടിലാണ് കേട്ടോ. ഇവിടുത്തെ ചീസ് ഒരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മൾ കഴിക്കുമ്പോഴേ മനസ്സിലാവും, ചീസാണെങ്കിലും ബട്ടർ ആണെങ്കിലും. നമ്മൾ ഈ പൊട്ടാറ്റോയുടെ കൂട്ടത്തിൽ ഇങ്ങനെ എടുത്ത് വേണം കഴിക്കാൻ വേണ്ടിയിട്ട്. കൊള്ളാമോ? നമ്മളത് ഫുള്ള് കഴിച്ച് തീർത്ത് കേട്ടോ. പൊട്ടാറ്റോ വരുന്നത് കൊണ്ടൊരു ഡൗട്ട് ഉണ്ടായിരുന്നു ഇഷ്ടപ്പെടുമെന്ന്, പക്ഷേ അടിപൊളി ടേസ്റ്റാണ്. പൊട്ടാറ്റോയും നല്ല ചീസും, ആ ചീസിൻ്റെ ടേസ്റ്റാണ് അതിന്. അപ്പോൾ മിക്കുള്ളവർക്കും ഇഷ്ടപ്പെടാൻ ചാൻസ് ഉള്ള ഒരു ടേസ്റ്റ് തന്നെയാണ്. അത് പല ഡിഫറെൻ്റ് ആയിട്ടുള്ളത് വരുന്നുണ്ട്. സോസേജ് വെച്ചിട്ട്, പിന്നെ ബ്രെഡിൻ്റെ ക്യൂബ്സ് വെച്ചിട്ട്, അങ്ങനത്തെ കുറേ ഐറ്റം ഉണ്ട്. നമ്മൾ പൊട്ടാറ്റോയുടെ പറഞ്ഞത് നല്ലതായിരുന്നു. നമ്മളതൊക്കെ കഴിച്ചിട്ട് ഇവിടെ കൂപ്പിൽ വന്നേ. നമുക്ക് രാത്രിയിലത്തേക്ക് ഇപ്പം 7 മണി ആവുന്നതേ ഉള്ളൂ. നമ്മളിപ്പോൾ അത് മാത്രമല്ല കഴിച്ചുള്ളൂ. അപ്പോൾ ഇവിടെ നിന്ന് എന്തെങ്കിലും ചെറുതായിട്ട് കൂപ്പിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ കൂപ്പിൽ നിൽക്കുകയാണ്. അതെന്താ? ഫിഷ് നഗറ്റ്സ്. ഓക്കെ, ഏതേലും വാങ്ങിക്കാം. ഇതെന്താണ്? പൊട്ടാറ്റോയുടെ. ചിക്കനോ ഫിഷ് വാങ്ങിക്കാം, ചിക്കൻ വാങ്ങിക്കണ്ട. പിന്നെ നമുക്ക് രാവിലത്തേക്ക് കഴിക്കാൻ ബ്രേക്ക്ഫാസ്റ്റും കൂടെ വേണേ. നമ്മൾ അല്ലാണ്ട് ഒരു റൈസും തായ് ചിക്കൻ കറിയും കൂടി രാത്രിയിലത്തേക്ക് വാങ്ങിച്ചത്. ഇനി നാളത്തേക്ക് നമുക്ക് ബ്രെഡും വേറെ എന്തെങ്കിലും കൂടെ എടുത്തിട്ടിറങ്ങാം. ഒരു കാര്യം ഞാനിവിടെ കണ്ടതാണ്, ഇത് ഇത്രയും ചെറിയ ബ്രെഡ്. വീഡിയോയിൽ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുമോ എന്നറിയില്ല. ഭയങ്കര ചെറുതാണ് ഇത്. അതിൻ്റെയും ചെറുതാണ് ഇത് കണ്ടോ, കുഞ്ഞ് ബ്രെഡ് സ്ലൈസസ്.
നമുക്ക് പക്ഷെ അത്രയൊന്നും ആവശ്യമില്ല, നാളത്തേക്ക് മതിയല്ലോ. ഈ കൂപ്പിൽ ചോക്ലേറ്റിൻ്റെ ഒരു കൂമ്പാരം തന്നെ ഉണ്ട് കേട്ടോ. ഒത്തിരി ചോക്ലേറ്റ് നമ്മൾ കണ്ടു. ലിൻറ്റിൻ്റെ ആണ് നോർമലി ഇവിടെ ഫുള്ള് ലിൻറ്റായിരിക്കുമല്ലോ ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത്. പക്ഷേ ഇവിടെ ലിൻറ്റ് കുറേ ഉണ്ട്. ഇവിടെ അതെ, ഇവിടെയും അവിടെയും എല്ലാമായിട്ട്. ഇവിടെ എന്തോ ഓഫറുണ്ട്, അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇത്ര ഇട്ടിരിക്കുന്നത്. നമ്മൾ രാവിലത്തേക്ക് ഒരു ക്രോസൻ, ജ്യൂസ്, രാത്രിയിലത്തേക്ക് റൈസ് ഒക്കെ എടുത്ത് പോവാണ്. ഞങ്ങൾ ഈ സ്വിസ് റോളിൽ ഇങ്ങനെ പൊക്കി പിടിച്ചിട്ട് ബാഹുബലിയാ. ഇത് സ്വിസ് റോള് നമ്മൾ വാങ്ങിച്ചേ സ്വിറ്റ്സർലൻഡിൽ വന്നിട്ട് സ്വിസ് റോളും കൂടി ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. നമുക്കിത് പേ ചെയ്യാം. നമ്മളിപ്പോൾ നടന്നു വന്നപ്പോഴത്തേക്ക് വേറൊരു സിറ്റി ഏരിയയിലേക്ക് എത്തിയേ. ഇത് കുറച്ചും കൂടി നമ്മുടെ ഷോപ്പുകളെല്ലാം ഉള്ള H&Mഉം മക്ഡൊണാൾഡ്സും അങ്ങനത്തെ കുറേ ഷോപ്പിംഗ് ഏരിയ ആണ്. എനിക്ക് തോന്നുന്നു മറ്റേ നമ്മൾ പോയത് ഓൾഡ് സിറ്റി ആയിരുന്നു. ഇത് സൂറിക്കിൻ്റെ മറ്റൊരു സിറ്റി സെൻറ്റർ. നമ്മൾ തിരിച്ചെത്തി. സ്ട്രീറ്റിലൂടെ ഇങ്ങനെ നടക്കുമായിരുന്നു. നല്ല രസമില്ലേ ബിൽഡിങ് കാണാൻ വേണ്ടി. ഇത് നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ അടുത്തുള്ള സ്ട്രീറ്റാണ്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മളിനി റൂമിലേക്ക് പോവാണ്. അപ്പോൾ നാളെ ഇനി നമ്മൾ ലിൻറ്റ് ഫാക്ടറിയിൽ പോകും. എന്നിട്ട് തിരിച്ച് നമ്മൾ UK പോകും. അപ്പോൾ നാളെ കാണാം. ബൈ.